കേവലം സ്വർണത്തിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട അഴിമതിയല്ല ഇതെന്നും മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കച്ചവടമാണ് നടന്നതെന്നും കെ സുരേന്ദ്രൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതികരണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നമ്മൾ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പൊ തന്നെ ഈ SIT അന്വേഷണം പ്രമുഖരായ പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. തുടക്കത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മാതൃകാപരമായ അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാവരും SIT അന്വേഷണത്തെ പുകഴ്ത്തിയതുമാണ്, ഞങ്ങൾ ഒഴിച്ചു. പക്ഷേ കേസിലെ പ്രധാന പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവർക്കെതിരെ വ്യക്തമായ തെളിവുണ്ടായിട്ടും പ്രത്യേക അന്വേഷണ സംഘം SIT അവരെ സംരക്ഷിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. തന്ത്രി ആചാരലംഘനം നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ വസ്തുക്കളുടെ സംരക്ഷകൻ ദേവസ്വം ബോർഡാണ്. തന്ത്രിക്ക് ആചാരപരമായ അധികാരങ്ങൾ മാത്രമാണുള്ളത്. ആചാരലംഘനത്തിന്റെ പേരിലാണ് കേസെടുക്കുന്നതെങ്കിൽ ശബരിമലയിൽ നവോത്ഥാനത്തിന്റെ പേരിൽ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. തന്ത്രിക്ക് ഈ ഇടപാടിൽ സാമ്പത്തിക ലാഭം ലഭിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമെന്ന് പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഈ അറസ്റ്റ് എന്ന് സംശയിക്കപ്പെടുന്നു. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം പ്രസക്തമാണ്. ഗൂഢാലോചനയുടെ കേന്ദ്രസ്ഥാനത്ത് ഇരുന്ന വ്യക്തിയാണ് കടകംപള്ളിയെന്നും പ്രതികളുമായി അദ്ദേഹത്തിന് വ്യക്തിപരവും സാമ്പത്തികപരവുമായ ഇടപാടുകളുണ്ടെന്നും ആരോപണമുണ്ട്. UDF-നെതിരെയും കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചു. UDF നേതാക്കളായ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവർക്കും പങ്കുണ്ട്. ഇവർ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്ദർശിച്ചത്? അന്താരാഷ്ട്ര മാർക്കറ്റ് കണ്ടെത്താൻ പോറ്റി സോണിയാഗാന്ധിയെ സമീപിച്ചത് പുരാവസ്തു ഇടപാടുകൾക്കാണ്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു കച്ചവട സ്ഥാപനമുണ്ട്. അത് എവിടെയും തെളിയിക്കാം. കേവലം സ്വർണത്തിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട അഴിമതിയല്ല ഇതെന്നും മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കച്ചവടമാണ് നടന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വ്യാളിരൂപം, ശിവപ്രതിമ, ദ്വാരപാലക ശില്പങ്ങൾ, അയ്യപ്പ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഗോളക എന്നിവ നഷ്ടപ്പെട്ടത് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാക്കൾ നടത്തുന്ന തരത്തിലുള്ള തട്ടിപ്പാണ് ഇതെന്ന് ഹൈക്കോടതി നിരീക്ഷണമുണ്ടായിട്ടും SIT ആ നിലയിൽ അന്വേഷണം നടത്തുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യണമെന്നും സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കണമെന്നുമാണ് BJPയുടെ ആവശ്യമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.